ഹായ്, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എസ് ഐ പിയില് ചെയ്യുമ്പോൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ലാഭം കൊയ്യാം എന്നുള്ളതാണ്. ഇന്ന് മിക്ക ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ ഉടനെ ഒരു നിക്ഷേപം ഒന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. ഇന്ന് ഓഹരി മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടേമില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ലാഭം കണ്ടുവരുന്നുണ്ട്. അത് മിക്ക ഇൻവെസ്റ്റേഴ്സിനും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അബദ്ധങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തേത്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മളെ നിക്ഷേപം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പല ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മാർക്കറ്റിലെ കണ്ടിന്യൂസ് താഴ്ച വരുവാണെങ്കിൽ നിക്ഷേപം നിർത്തുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് സെയിം എമൗണ്ടിൽ തന്നെ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് വാങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മളിത് പാഴാക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത്, എമർജൻസി ഫണ്ടില്ലാതെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ചില ഞങ്ങളിൽ എമർജൻസി ആയിട്ട് ഒരു ഫണ്ടിന്റെ ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഒരു എമർജൻസി ഫണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ആ ഒരു വിഡ്രോവൽ, ആ ഒരു പ്രവണത, റിഡംഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകും. ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു മിനിമം 6 മാസത്തെങ്കിലും ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നതാണ്. മൂന്നാമത്തത്, എസ് ഐ പി തുകയിൽ വർധന വരുത്താതിരിക്കുക എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റേഴ്സും ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ലോങ് ടേമിലേക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എത്ര എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതേ എമൗണ്ട് തന്നെയാണ് നിക്ഷേപിച്ചു പോകുന്നത്. നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ സാലറിയിലെ അല്ലെങ്കിൽ വർധന ഉണ്ടാവുമ്പോൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ കൂടി നമുക്ക് ആ ഒരു വർധന കൊണ്ടുവരാൻ നോക്കുക. എസ് ഐ പിയിലാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി എന്ന് പറയും. കാരണം നമുക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ടോ അല്ലെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജോ നമുക്ക് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോകാനും അത് നമ്മളുടെ ഗോളിലേക്ക് കൂടുതൽ പെട്ടെന്ന് എത്തിക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തത്, ലക്ഷ്യമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റേഴ്സും ഇന്ന് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ഗോൾ ഇല്ലാതെയാണ് അത് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് ഗോളുകളുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീ ആയിട്ട് റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുകയോ വീട് മേടിക്കുന്ന, അങ്ങനെ പല ഡ്രീംസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇതിനൊക്കെ അതിനായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ ഒരു എമൗണ്ടിന്റെ ആവശ്യകതയും നമുക്കുണ്ട്. അപ്പൊ അത് എത്രയാണെന്ന് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഡിസിപ്ലിൻ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടു നടക്കാനും നമുക്ക് ആ ഒരു എമൗണ്ട് അച്ചീവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗോൾസ് നേടുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അഞ്ചാമത്തത്, ഡൈവേഴ്സിഫിക്കേഷൻ ഒരുപാട് ഉണ്ട്, അത് ഒഴിവാക്കുന്നു. മിക്ക ഇൻവെസ്റ്റേഴ്സും കാണുന്ന ഫണ്ടുകൾ എല്ലായിടത്തും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത. നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് തിരഞ്ഞെടുക്കുക, അതിൽ നമ്മൾ ക്വാണ്ടിറ്റിയോട് കൂടി അല്ല കൂടുതലായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് കുറക്കുവാനും നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിൾ അടിച്ചിട്ട് ഓരോ വർഷങ്ങളിലും പല മ്യൂച്വൽ ഫണ്ടുകളും ടോപ്പിൽ വരും, അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ നമുക്കൊരു ക്രൈറ്റീരിയ വെക്കുക, നമ്മൾ എന്തുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നു, അങ്ങനെ സെലക്ഷൻ സമയത്ത് നല്ലൊരു ഫണ്ടുകൾ തിരഞ്ഞെടുക്കുവാനും അതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രവണത. ഇതെല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എസ് ഐ പിയിൽ കൂടുതൽ ചെയ്യുമ്പോൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി കൂടുതൽ ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.